അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, റിയാദുസ് സ്വാലിഹീൻ നാലാമത്തെ പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 53ാമത്തെ പാട്ട് ബാബുൻ ഫിൽ മുജാഹദത്തി. മുജാഹദയിൽ പറയുന്ന ബാബ് ധർമ്മസമരം. ധർമ്മസമരം എന്നാണ് മുജാഹദ. മനുഷ്യന്റെ പരമാവധി കഴിവ് അനുസരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ പരിശ്രമിക്കുക. അല്ലാഹു തആല പറയുന്നു, വല്ലദീന ജാഹദൂ ഫീനാ. വല്ലദീന ഒരു വിഭാഗം ആളുകൾ ജാഹദൂ ഫീനാ, നമുക്ക് വേണ്ടി അവര് പരിശ്രമിക്കുന്നു. നമ്മുടെ മാർഗത്തിലായിട്ട് അവർ പരിശ്രമിക്കുന്നു. ലനഹ്ദിയന്നഹും, തീർച്ചയായും നമ്മൾ അവരെ നമ്മുടെ മാർഗങ്ങളിൽ നയിക്കുന്നതാണ്. നമ്മുടെ മാർഗങ്ങളിൽ നമ്മൾ അവരെ ചേർക്കും, നയിക്കും. സുബുലന, നമ്മുടെ വഴിയിൽ, നമ്മുടെ മാർഗങ്ങളിൽ. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നിശ്ചയമായിട്ടും അല്ലാഹു തആല മുഹ്സിനീങ്ങളോട് കൂടെയാണ്, സുഹൃതം ചെയ്യുന്നവരോട് കൂടെയാണ്, നന്മ ചെയ്യുന്നവരോട് കൂടെയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിലായി പരമാവധി പരിശ്രമിക്കുന്ന ആളുകളെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് അള്ളാഹു തആല ചേർക്കുകയും അള്ളാഹു തആല ഇങ്ങനെയുള്ള നന്മ ചെയ്യുന്നവരോട് കൂടെയാകുന്നു എന്നുമാണ് ഒന്നാമത്തെ ആയത്തിൽ ചെറുതായിട്ട് ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു തആല പറയുന്നു, വൽഖുർ ഇസ്മ റബ്ബിക, നിന്റെ റബ്ബിന്റെ പേരിനെ നീ സ്മരിക്കുക. വതബത്തൽ ഇലൈഹി, ആ റബ്ബിലേക്ക് നീ ലയിക്കുകയും ചെയ്യുക. തബത്തീല, ഒരു മുറിഞ്ഞിറങ്ങുകയും ചെയ്യുക. അല്ലാഹു തആല നീ ലയിക്കുക. വതബത്തൽ ഇലൈഹി, അവനിലേക്ക് നീ മുറിഞ്ഞിറങ്ങുക. തബത്തീല, ഒരു മുറിഞ്ഞിറങ്ങൽ. ഐ ഇൻഖത്യോ ഇലൈഹി, അല്ലാഹുവിലേക്ക് നീ മുറിഞ്ഞിറങ്ങുക, അല്ലാഹുവിൽ നീ ലയിക്കുക. ഖാല അല്ലാഹു തആല പറഞ്ഞു, അബ്ദു റബ്ബക, നിന്റെ റബ്ബിനെ നീ ആരാധിക്കുക. ഹത്താ യഅതിയക്കൽ യഖീൻ, നിനക്ക് യഖീൻ വരുന്നത് വരെ, നിനക്ക് മരണം വരുന്നത് വരെ അല്ലാഹുവിന് നീ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുക. യഖീൻ, ഉറപ്പ് അഥവാ മരണം. വഖാല അല്ലാഹു തആല പറഞ്ഞു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ, ഒരണുമണി നന്മ ആരെങ്കിലും ചെയ്താൽ, ഫമൻ യഅമൽ, ഒരാൾ ചെയ്താൽ, മിസ്ഖാല ദർറത്തിൻ, അണുമണി നന്മ, ഖൈറൻ നന്മ, യറഹു, അതവൻ കാണുന്നതാണ്. ഇതിന്റെ പ്രതിഫലത്തെ അവൻ അനുഭവിക്കും, അവൻ കാണും. ഏതൊരു നന്മ വളരെ ചെറിയതാണെങ്കിലും വലിയതാണെങ്കിലും അതൊന്നും വെറുതെ പോകുകയില്ല. അല്ലാഹു തആല പറഞ്ഞു, മാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈർ വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും, നിങ്ങളുടെ ശരീഅത്തിന് വേണ്ടി മുൻകൂട്ടി ചെയ്യുന്ന നന്മകൾ, മിൻ ഖൈർ, നന്മ, തജിദൂഹു, നിങ്ങൾ അതിനെ എത്തിക്കും, മരണശേഷം എത്തിക്കും, ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ, ഖൈറ, അത് വലിയ നേട്ടമായിട്ടും, വഅഅലമ അജ്റ, വലിയ പ്രതിഫലമായിട്ടും എത്തിക്കുന്നതാണ്. വലിയ നന്മയായിട്ടും വലിയ പ്രതിഫലമായിട്ടും നിങ്ങൾ അതിനെ എത്തിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള ആയത്തുകളാണ് ആദ്യമായി നമ്മുടെ ഈ ബാബിൽ വിശദീകരിച്ചത്, പറഞ്ഞത്. ഉൽ ആയാത്തു ഫിൽ ബാബി, ഈ മുജാഹദ എന്ന ബാബിലുള്ള ആയത്തുകൾ കസീറാണ്, മാലൂമത്തുൻ, അറിയപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അത്തരം ഒരുപാട് ആയത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്. അമ്മൽ അഹാദീസു, അപ്പോൾ ഹദീസുകൾ, ഫല്ലവലു, ഒന്നാമത്തെ ഹദീസ്, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു,
അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് ഖാല അബീ ഹുറൈറ തങ്ങൾ പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞു ഇന്നല്ലാഹ തആല നിശ്ചയമായിട്ടും അല്ലാഹു തആല ഖാല പറഞ്ഞു മൻ ആദാ ലി വലിയ മൻ ആദാ ലി വലിയ എന്റെ വലിയനെ എതിർക്കുന്നവരാരോ മന്നൊരുത്തൻ ആദ അവൻ എതിർത്തൂലി എനിക്കുള്ള വലിയനെ എതിർത്തു. എന്റെ വലിയനെ എതിർക്കുന്നവൻ എനിക്ക് വലിയന്റെ കാരണത്താൽ ഒരാൾ ശത്രുവായാൽ ഫഖദ് ആദൻതുഹു നിശ്ചയമായിട്ടും ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ബിൽ ഹർബി യുദ്ധം കൊണ്ട് നിശ്ചയമായിട്ടും ഞാൻ അവനിക്കെതിരെ പ്രഖ്യാപിച്ചു ഹർബി യുദ്ധം കൊണ്ട് എന്നിലേക്ക് അടുക്കുകയില്ല എന്റെ അടിമ ബിശൈൻ ഒന്നുകൊണ്ടും അഹബ്ബ ഇലയ്യ എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിമ്മ ഒന്നിനേക്കാൾ ഇഫ്തറൽതു അലൈഹി ഞാൻ അവന്റെ മേൽ ഫർളാക്കിയിരിക്കുന്നു എന്റെ ദാസനിക്ക് ഞാൻ ഫർളാക്കിയിരിക്കുന്നതിനേക്കാൾ ഒന്നുകൊണ്ട് എന്നുമായിട്ട് അടുക്കുന്നില്ല. ഫർളാണ് ആദ്യമായി നിർവഹിക്കേണ്ട കാര്യം. അങ്ങനെ ഫർള് ചെയ്ത് പിന്നീട് സുന്നത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അബദി എന്റെ അടിമായും കൊണ്ടിരിക്കും യതഖറബു ഇലയ്യ എന്നിലേക്ക് അടുക്കുന്നവനായും കൊണ്ടിരിക്കും ബിന്നവാഫിലി സുന്നത്തുകൾ കൊണ്ട് ഉഹിബ്ബഹു ഞാൻ ഇഷ്ടപ്പെടുന്നത് വരേക്കും ഫൈദാ അഹ്ബബ്തുഹു ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ കുന്തു ഞാനാകും സമ്മഹു അവന്റെ കേൾവിയാകും അല്ലദി എങ്ങനെയുള്ള കേൾവി യസ്മഉ ബിഹി ആ കേൾവി കൊണ്ടാണ് അവൻ കേൾക്കുന്നത്. അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും. അവൻ കേൾക്കുന്ന ചെവിയും അവന്റെ ചെവി കേൾവി അബസറഹു അവന്റെ കണ്ണ് ഞാനാകും അല്ലദി എങ്ങനെയുള്ള കണ്ണാണ് യബ്സുബിഹി അതുകൊണ്ടാണ് അവൻ കാണുന്നത്. കേൾക്കുന്ന ചെവിയും കാണുന്ന കണ്ണും ഞാനാകും. യദഹു വല കയ്യാകും അല്ലത്തി എങ്ങനെയുള്ള കയ്യ് യബ്തുഷു ബിഹാ അതുകൊണ്ട് അവൻ പിടിക്കുന്നു അതുകൊണ്ട് അവൻ സ്പർശിക്കുന്നു. വരിജ്ലഹു അവന്റെ കാലാകും അല്ലത്തി എങ്ങനെയുള്ള കാല് യംശി ബിഹാ കാല് കൊണ്ടാണ് അവൻ ആവശ്യങ്ങളിലേക്ക് നടക്കുന്നത്. ഇങ്ങനെയുള്ള അവന്റെ ഓരോ കാര്യങ്ങളും ഞാനായിത്തീരും. വൈൻസാലനി അവൻ എന്നോട് ചോദിച്ചാൽ ഓത്തിയന്നഹു തീർച്ചയായിട്ടും ഞാൻ അവനിക്ക് നൽകും. വൈനിസ്താദനി അവൻ എന്നോട് കാവലിനെ തേടിയാൽ വല്ല സംരക്ഷണവും ആവശ്യപ്പെട്ടാൽ വൈദന്നഹു ഞാൻ അവനിക്ക് സംരക്ഷണം നൽകും, ഞാൻ അവനിക്ക് കാവൽ നൽകും. അപ്പൊ അല്ലാഹു തആലയുമായിട്ട് സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ടെടുത്താൽ അല്ലാഹു ഇവന്റെ ഇഷ്ടമായിട്ട് മാറുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് വിമാ യർവിഹി അൻ റബ്ബിഹി അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ റബ്ബിനെ തൊട്ട് തന്റെ റബ്ബിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അസ്സ വജൽ പ്രതാപശാലിയായ വളർന്നു സിദ്ധിച്ച റബ്ബ് അലാ മഹാനായ റസൂലുള്ളാഹി പറയുന്നു ഇദാ തഖറബൽ അബ്ദു ഇലയ്യ അല്ലാഹു തആല പറയുന്നു ഇദാ തഖറബൽ അബ്ദു ഇലയ്യ അല്ലാഹു തആല പറയുന്നു അബ്ദ് അടുത്താൽ ഇലയ്യ എന്നിലേക്ക് ശിബ്റാ ഒരു ചാൺ അടുത്താൽ തഖറബ്തു ഇലൈഹി ഞാൻ അവനിലേക്ക് അടുക്കുന്നതാണ്. ദിറാ ഒരു മുഴം അടുക്കുന്നതാണ്. വൈദാ തഖറബ ഇലയ്യ എന്നിലേക്ക് അബ്ദ് അടുത്താൽ ദിറാ ഒരു മുഴം അടുത്താൽ തഖറബ്തു മിൻഹു ഞാൻ അവനിലേക്ക് അടുക്കും. ഒരു വാര അടുക്കുന്നതാണ്. വൈദാ താനി അവൻ എന്റെ അരികിലേക്ക് വന്നാൽ യംശി നടക്കുന്നവനായിട്ട് വന്നാൽ അതൈതുഹു ഞാൻ അവന്റെ അടുക്കലേക്ക് ചെല്ലുന്നതാണ്. ഹർവല ഓടിയവനായിട്ട് ചെല്ലുന്നതാണ്, ഓടിച്ചെല്ലുന്നതാണ്. ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു തആല ഓരോ നന്മക്കും ചെയ്യുന്നത് എന്ന് ചുരുക്കം. റവാഹുൽ ബുഖാരി. ആദൻതുഹു എന്നതിന്റെ അർത്ഥം നേരത്തെ നമ്മുടെ ഒന്നാമത്തെ ഹദീസാണ് നമ്മൾ പറയുന്ന ആദൻതുഹു ഞാൻ അവനിക്ക് അറിയിക്കും ബി അന്നി മുഹാരിബുല്ലഹു ഞാൻ അവനോട് യുദ്ധം ചെയ്യുന്നവനാണെന്ന്. ഇസ്തആദനി എന്നത് റുബിയ ബിൻ നൂനി ഇസ്തആദനി
എന്നും എന്നും റിപ്പോർട്ടുണ്ട്. രണ്ട് നിലക്ക് വായിക്കാം. എന്നോട് കാവൽ തേടിയാൽ. മൂന്നാമത്തെ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഉമ്മത്താനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്ഹത്തു വൽ ഫറാഗ്. ഉമ്മത്താനി രണ്ട് അനുഗ്രഹങ്ങൾ, രണ്ട് പ്രധാന അനുഗ്രഹങ്ങൾ. മഗ്ബൂനും ഫീഹിമാ, ആ രണ്ട് അനുഗ്രഹത്തിൽ വഞ്ചിതരായിരിക്കുന്നു, പരാജിതരായിരിക്കുന്നു. കസീറൻ മിനൻ നാസി, ജനങ്ങളിൽ ഒരുപാട് ആളുകൾ, ധാരാളം ആളുകൾ, അധികരിച്ച ആളുകൾ. ഏതാണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ? അസ്ഹത്തു, ഒന്ന് ആരോഗ്യമാണ്, വൽ ഫറാഗു, വിശ്രമവുമാണ്, വെടിഞ്ഞ സമയം വിശ്രമമാണ്. ഈ ആരോഗ്യം അസമയത്തും അതുപോലെ ഒഴിവുണ്ടാകുമ്പോഴും മനുഷ്യൻ തെറ്റിലേക്കൊക്കെ പോവാൻ കാരണമാകും. അങ്ങനെ ആളുകൾ ആ വിഷയത്തിൽ പരാജിതരാകുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി. അർറാബിഉ റവാഹുൽ ബുഖാരി. അർറാബിഉ നാലാമത്തെ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബിവിയെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യഖൂമു മിനൽ ലൈലി. ആയിഷ ബിവി പറയുകയാണ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിക്കാറുണ്ട്. രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിൽക്കാറുണ്ട്. ഹത്താ തതഫത്തറ ഖദമാഹു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇരുപാദങ്ങളും വിങ്ങി വീഴുന്നത് വരെ വിങ്ങി വീഴാറുണ്ട്. അവിടത്തെ കാല് വിങ്ങി വീഴുന്ന സാഹചര്യം വരുന്നതുവരേക്കും. ഫഖുൽതു, ആയിഷ ബിവി പറയുന്നു, ഞാൻ ചോദിച്ചു ലഹുവാ നബിയോട്, ലിമത്സ്നഉ ഹാദാ, നബിയെ തങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇത്രയും പ്രയാസം തങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? യാ റസൂലല്ലാഹി, അല്ലാഹുവിന്റെ റസൂലേ, വഖദ് ഗഫറല്ലാഹു ലക, തീർച്ചയായും അല്ലാഹു തആല പുറത്തു തന്നിട്ടുണ്ടല്ലോ, മാ തഖദ്ദമ മിൻ ദംബിക, തങ്ങളുടെ ദോഷത്തിൽ നിന്ന് മുമ്പ് കഴിഞ്ഞ ദോഷങ്ങൾ, മാ തഅഖറ, പിന്തിയതും. അല്ലാഹു തആലാന്റെ റസൂൽ മുമ്പും പിമ്പുമുള്ള എല്ലാ കുറ്റങ്ങളും അല്ലാഹു തആല മാപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്രയും പ്രയാസപ്പെടുന്നത് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫലാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടണ്ടയോ, അന്നകൂന, ഞാനാവാൻ, അബ്ദൻ ശകൂറാ, നന്ദിയുള്ളവനാവാൻ എനിക്കെന്തുകൊണ്ടാണ് ആഗ്രഹിച്ചുകൂടാത്തത്? അഫലാ ഉഹിബ്ബു, ഞാൻ എന്തുകൊണ്ടാണ് ആഗ്രഹിക്കാത്തത്? ആഗ്രഹിക്കാൻ പറ്റൂലയോ? എനിക്ക് ആഗ്രഹിക്കാമല്ലോ. അന്നക്കൂന, ഞാനാവാൻ, അബ്ദൻ ശകൂറ, നന്ദിയുള്ള അടിമയാവാൻ. നന്ദിയുള്ള അടിമയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ട മഹദിയോട് റസൂലുള്ളാഹി പറയുന്നു. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ, മുന്തിയതും പിന്നിയതുമൊക്കെ അല്ലാഹു തആല പൊറുത്തപ്പെട്ടു എന്ന് കൊടുത്ത് പറഞ്ഞതിന്റെ ഉദ്ദേശം, ചെറിയതും വലിയതുമായ പാപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ടാകില്ല എന്നാണ്. അപ്പോ ഇവിടെ ഖദ് ഗഫറല്ലാഹു, അല്ലാഹു തആല ഇല്ലാതെയാക്കി എന്ന അർത്ഥം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അല്ലാഹു തആല പുറത്തു തന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ട് പുറത്തു തന്നു എന്നല്ല, അല്ലാഹു അത് ഇല്ലാതെയാക്കി. ഇപ്പോൾ കഴിഞ്ഞ കാലത്തും ഭാവിയിലും താങ്കൾക്ക് പാപങ്ങൾ അല്ലാഹു തആല ഇല്ലാതെയാക്കിയിരിക്കുന്നു എന്നാണ് ഈ ഹദീസിന്റെ ഉദ്ദേശം. അല്ലാഹു തആല പുറത്തു എന്ന അർത്ഥം അതിനുണ്ട്. പക്ഷെ ഇല്ലാതെയാക്കി എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ടാണ് മഹാന്മാരായ
പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ ഈ നിലക്ക് ഓർമ്മപ്പെടുത്തിയത്. ഹാദാ ലഫ്ദുൽ ബുഖാരി, ഇത് ബുഖാരി ഇമാമിന്റെ ലഫ്ദാണ്. വനഹബുഹു, അതിന്റെ നഹവുണ്ട് ഫി സ്വഹീഹൈനി, സ്വഹീഹിലുണ്ട്. ബുഖാരിയും മുസ്ലിമും കൂടുമ്പോഴാണ് സ്വഹീഹൈനി. അതിലുണ്ട് മിൻ റിവായത്തിൽ മുഗൈറത്ത് ബിൻ ശുബായുടെ റിവായത്തിൽ നിന്നാണ് ആ സംഭവം ഉദ്ധരിച്ചിട്ടുള്ളത്. ഇവിടെ ആയിഷ ബിവിയെ തൊട്ടാണ് ഉള്ളതെങ്കിലും ബഹുമാനപ്പെട്ട മുഗൈറത്ത് ബിൻ ശുബയുടെ റിവായത്തിൽ നിന്നാണ് ആ സംഭവം സ്വഹീഹിലുള്ളത്. അൽ ഖാമിസു, അഞ്ചാമത്തെ ഹദീസ്. വൽ ഖാമിസു, അഞ്ചാമത്തെ ഹദീസ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബിവിയെ തൊട്ട് അന്നഹാ ഖാലത്ത്, ആയിഷ ബിവി പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയായിരുന്നു, ഇദാ ദഖലൽ അശ്റു, അശ്ർ കടന്നാൽ, അവസാന 10 കടന്നാൽ, റമദാൻ മാസത്തിലെ അവസാന 10. അങ്ങനെ തന്നെ ഹദീസിൽ വേറെ വരുന്നുണ്ട് റമദാൻ മാസം. ഇവിടെ 10 കടന്നാൽ എന്നേ ഉള്ളൂ. ഇദാ ദഖല അഖീറു മിൻ റമദാൻ കമാ യഅതി ഫീ കലാമിഹി. അങ്ങനെ റമദാന്റെ അവസാന 10 ആയാൽ ഹയ്യൽ ലൈല, രാത്രിയെ ജീവിപ്പിക്കും. ബിഅൻവാഇ ത്വാഅതി, വിവിധ ഇനം ഇബാദത്തുകളെ കൊണ്ട് ഇബാദത്ത് ചെയ്തു കൂടും. വായഖലാഹു ലഹു, തന്റെ അഹ്ലുകാരെ ഉണർത്തുകയും ചെയ്യും. വജദ്ദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ പരിശ്രമിക്കും. വശദ്ദൽ മിസ്റാ, അവിടുത്തെ അരയുടുപ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തി മുറുക്കി ഉടുക്കുകയും ചെയ്യും. മുറുക്കി ഉടുക്കും. വശദ്ദൽ മിസ്റാ, അരമുറുക്കി ഉടുക്കും. തുബുക്കുൻ അലൈഹി. വൽ മുറാദു വൽ അശ്റുൽ അഖാവാഖിർ മിൻ ശഹ്ർ റമളാൻ. ഇവിടെ 10 എന്ന് പറഞ്ഞാൽ റമളാൻ മാസത്തിലുള്ള 10 ആണ്. മിസ്ർ എന്ന് പറഞ്ഞാൽ ഇസാർ, അരിയുടുപ്പ്. ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു കിനായത്ത്, വഹുവ കിനായത്തുൻ അൻ ഇഅ്തിസാലിൻ നിസായി, സ്ത്രീകളെയെല്ലാം വെടിഞ്ഞ് ഇബാദത്തിന് വേണ്ടി മാത്രം തയ്യാറായി ഇരിക്കുന്ന ഒരു സാഹചര്യം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ടാവാറുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വഖീല, പറയപ്പെട്ടു, മുറാദു തശ്മീറുഹു ലിൽ ഇബാദത്തി, ഇബാദത്തിന് വേണ്ടിയുള്ള തശ്മീറാണ്, പരിശ്രമമാണ്. യുഖാലു, പറയപ്പെടും, സദദത്തു ലി ഹാദൽ അംദി മിസ്രി, ഈ കാര്യത്തിന് വേണ്ടി എന്റെ അരയുടുപ്പിനെ ഞാൻ ശക്തിയാക്കി എന്ന് പറഞ്ഞാൽ തശമ്മർതു വതഫറഗ്തു ലഹു, അതിനു വേണ്ടി മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഞാൻ പരിശ്രമത്തിലിറങ്ങി അതിനുവേണ്ടി മാത്രമായി പരിശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ എത്തി എന്നാണ് അതിന്റെ മാന എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, ഈ ഹദീസിനെ വിശദീകരിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഓരോ ദിവസവും വ്യക്തമായും പൂർണ്ണമായും ആദ്യം മുതൽ അവസാനം വരേക്കും 1, 2, 3 പ്രാവശ്യം സാധ്യമാകുന്ന ആളുകളൊക്കെ കേൾക്കണം. ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ വേണ്ടതുപോലെ മനസ്സിലാകുന്ന ആളുകൾ ഉണ്ടാവാം. എന്നാൽ 2, 3 പ്രാവശ്യം കേൾക്കുമ്പോൾ നല്ലതുപോലെ പഠിക്കുന്നവരും ഉണ്ടാവാം. പഠിക്കാൻ ആവശ്യമാകുന്ന അത്രയും തവണ നിങ്ങൾ പല ആവർത്തി ഇത് കേൾക്കണമെന്ന്, പഠിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല എല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.